വി ഡി സതീശൻ അവകാശപ്പെടുന്നത് ബി ജെ പിയിൽ നിന്നും അതോടൊപ്പം തന്നെ സി പി എമ്മിൽ നിന്നും പല നേതാക്കളും കോൺഗ്രസിലേക്ക് വരുമെന്നാണ്. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ പ്രമുഖനായ നേതാവ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വരുമോ? ഇപ്പോഴും അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുകയാണ്. ഏറ്റവും അവസാനം മാവോയിസ്റ്റുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നേതാക്കളാണല്ലോ കോൺഗ്രസിൽ അധികവും. സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന, ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഈ നേതാക്കളുമായി എങ്ങനെ വി ഡി സതീശന് മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് കോൺഗ്രസിൻ്റെ പരാജയം. കോൺഗ്രസിൻ്റെ ആശയത്ത് വിള്ളൽ വന്നിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കേൾക്കുവാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല, സ്റ്റേറ്റ് ലീഡേഴ്സ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര പ്രാവശ്യമായി കേരളത്തിലെ തലസ്ഥാനത്തിൻ്റെ എം പി ശശി തരൂർ AICCക്കെതിരെ നിൽക്കുന്നു. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം ഇലക്ഷൻ വരുവാൻ പോകുന്നു. എന്തെങ്കിലും നടപടികൾ എടുക്കുകയാണ് എങ്കിൽ അപ്പോൾ പാർട്ടി പിളരും. ശശി തരൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട്, കാഴ്ചപ്പാടാണ്, റൈറ്ററാണ്, ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലായിരുന്ന ആളാണ്, ലോകരാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്, വിശ്വപൗരനാണ്, വളരെ അഗാധമായ പാണ്ഡിത്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളുമായിട്ട് രാഹുലോ ഇവിടെയുള്ള വി ഡി സതീശനോ സംവദിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ റേഞ്ച് അനുസരിച്ച് നിൽക്കും. അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞല്ലോ ഇപ്പോഴും ബീഹാറിലും മധ്യപ്രദേശിലും എന്തിനേറെ കേരളത്തിലും മാവോയിസ്റ്റുകളെയും അർബൻ നക്സലൈറ്റിനെയും ഒതുക്കുവാൻ മോഡി ഗവൺമെൻറ്റിനെ കഴിഞ്ഞുള്ളൂ. മോഡി ഗവൺമെൻറ്റിന് അതിൻ്റേതായ പ്രശംസയും പാർലമെൻറ്റ് MP എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുത്തു. കാരണം അദ്ദേഹത്തിനറിയാം, അദ്ദേഹം MP ആയിരുന്നു, വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നപ്പോൾ പോലും ബീഹാറിലും മറ്റേ ആന്ധ്രയിലുള്ള വാറങ്കലിലും കേരളത്തിലെ വയനാട് മേഖലകളിലെല്ലാം നക്സലൈറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റേഞ്ച് ഓഫീസർമാരെ വെടിവെച്ച് കൊല്ലലാണ്. അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ. പക്ഷേ അതുകൊണ്ടാണ് ഇന്ത്യയിലെ നക്സലിസവും ഇത്തരത്തിലുള്ള അർബൻ ഏരിയയിലുള്ള നക്സലൈറ്റ് സംവിധാനങ്ങളുടെ എല്ലാം പരാജയപ്പെടുത്തുവാൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു. ബീഹാറിൽ എത്ര നക്സലൈറ്റ് നേതാവ് പോലീസിൽ ജോയിൻ ചെയ്തെന്നറിയാം. അവർ പറയുന്ന ഡിമാൻഡുകളെല്ലാം മധ്യപ്രദേശ് തയ്യാറാവുന്നു. CSFൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടിരിക്കുന്ന ആന്ധ്രയിൽ നിന്നുള്ളയും മധ്യപ്രദേശിലും നമ്മുടെ ചമ്പൽ കാടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നക്സലൈറ്റിൻ്റെ ആൾക്കാരാണ് ഇന്ന് CSFലും മിലിറ്ററിയിലും സ്റ്റേറ്റ് പോലീസിലും ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആഹാരവും വീട്ടുകാര്യങ്ങൾ നടത്തുവാനൊന്നും കാര്യങ്ങളില്ലായിരുന്നു. നക്സലൈറ്റിനെ വച്ച് കാലാകാലങ്ങൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു. അത് ഓപ്പണായിട്ട് പൊളിച്ച് ശശി തരൂർ MP പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നും കേരളത്തിലും ഇന്ത്യയിലും അക്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരണമെന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ്സിനുള്ളത്. അല്ല, കോൺഗ്രസ്സിന് പ്രത്യേക ഒരു നയമില്ല. കോൺഗ്രസ്സിന് പ്രത്യേകമായിട്ട് ഇന്ത്യൻ സിറ്റിസനോട് പറയുവാനൊരു കാര്യമില്ല. കുടുംബപരമായിട്ട് നെഹ്റു കുടുംബം മെഹർ കുടുംബം ആയിട്ട് ഇന്ത്യയിൽ ഇരിക്കണം. അല്ലാതെ എന്ത് ഡെവലപ്മെൻറ്റാണ്? ശശി തരൂർ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മോഡി ഗവൺമെൻറ് എടുക്കുന്ന, ഒന്നാം മോഡി ഗവൺമെൻറ് ആയാലും രണ്ടാം മോഡി ഗവൺമെൻറ്റിലും എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഗതാർഹമാണ്, വൻ വിജയമാണ്, ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു. മൻമോഹൻ സിംഗിന് ഈ ഒരു അംഗീകാരം 2 ടൈമിലുണ്ടായിട്ടുണ്ടോ? ഇത്ര ഇടയിൽ കൊള്ളാമെന്നുള്ളൊരു PM ആയിരുന്നത് നരസിംഹറാവു മാത്രമേ ഉള്ളൂ. ഈവൻ രാജീവ് ഗാന്ധി പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പം കാർഷിക രാജ്യമായിരുന്ന ഭാരതം അന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വിത്ത് ഇനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇന്ന് കാർഷിക മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ വിത്ത് വർഗ്ഗങ്ങൾ വിദേശത്ത് പോയി മുളപ്പിച്ച് അവിടെ നെല്ലും ഉള്ളിയും മുളകുമൊക്കെ ഇഷ്ടം പോലെ യഥേഷ്ടം വളരുന്നു. എന്തിനേറെ പറഞ്ഞത്, റബ്ബർ പോലും കേരളത്തിൽ നിന്നാണ് കൊളംബോയിലും മലേഷ്യയിലും പോയിട്ടുള്ളത്.
അതാണോ ഈ രാഷ്ട്രീയ മോഹം കൊണ്ടാണോ? അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് കുറച്ചു നാളുകളായി തന്നെ ശശി തരൂർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനെ ഒതുക്കുന്നത് കൊണ്ടാണോ, അങ്ങനെ ശശി തരൂരിനെ കേരളത്തിൽ ഒതുക്കുന്നത് കൊണ്ടാണോ അദ്ദേഹം കോൺഗ്രസിനെതിരായി മാറിയിരിക്കുന്നത്? ആണ്. അദ്ദേഹം കേരളത്തിൽ നിൽക്കേണ്ട ഒരു ലീഡറല്ല. ശരിക്കും പറഞ്ഞാൽ AICCയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യനാണ്. വിദേശ നേതാക്കളുമായിട്ടുള്ള നല്ല ബന്ധം, ഇന്ത്യയെ ശശി തരൂർ പോലുള്ള ഒരാൾക്കാരാണ് കോൺഗ്രസിനെ നയിച്ചിരുന്നു എങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിനുള്ള കെൽപ്പില്ല, അതിനുള്ള ഐഡിയോളജി ഇല്ല. എല്ലാം കുറേ ഉപദേശകരേ ഉള്ളൂ രാഹുലിന്. അല്ലാതെ സ്വന്തമായിട്ടൊരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ എടുത്ത് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറേ കാലം ഇവിടെ നിൽക്കും, പിന്നെ ഒരു 60-90 ദിവസം എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്രത്യക്ഷനാണ്, മായാവിയാണ്. എവിടെ ബാങ്കോക്കിലാണോ ബാലിയിലാണോ, പിന്നെ മറ്റേ സുഖവാസ കേന്ദ്രങ്ങളെന്ന് പറയുന്ന ചില ബാങ്കോക്കിൽ ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയാണോ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ടക്കൻ ആശ മുങ്ങയാണ്. ഇതൊരു ഇന്ത്യൻ പൊളിറ്റിക്സിലായിട്ട് നിൽക്കുന്ന ഒരാളിന് യോജിച്ചതാണോ? തോറ്റാലും ജയിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടണം. നരസിംഹറാവു എങ്ങനെയായിരുന്നു? മൻമോഹൻ സിംഗ് എങ്ങനെയായിരുന്നു? നമ്മുടെ പെരുമ്പത്തൂരിൽ മരിച്ച ശ്രീ രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നു. നല്ല പ്രതിപക്ഷ നേതാക്കളായിരുന്നു. ഭരണപക്ഷം വിളിക്കുന്ന എല്ലാ നയപരമായ ഭാരത ഡെവലപ്മെൻറ്റ് മീറ്റിങ്ങുകളിലും അവർ പങ്കെടുക്കുന്നു. ഏത് കേന്ദ്ര ഗവൺമെൻറ് വിളിച്ച മീറ്റിങ്ങിലാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ 1 മാസവും 6 മാസത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ളത്? ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം അങ്ങനെ ഏക തൊഴിൽ കുറേ പ്രീണിപ്പിക്കുന്ന MP-മാരുമായിട്ട് നല്ല നല്ല ചർച്ചകൾ പാർലമെൻറ്റിൽ വരുമ്പോൾ വാക്കൗട്ട് തുടങ്ങി ഇറങ്ങിപ്പോയിട്ട് 10-12 ദിവസം അങ്ങേര് ഇന്ത്യ വിടും. ഇതാണെന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉത്തരേന്ത്യൻ ജനതയ്ക്കറിയാം. പാർലമെൻറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന NDA സഖ്യം വയ്ക്കുന്ന ബില്ലുകൾക്കും ക്രിയാത്മകമായി ചർച്ച ചെയ്യണം. ഇത് ഉടനെ കുറേ എഴിക്കുന്നു. കേരളത്തിലെ കുറേ MP-മാരും ഉണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള MP, എറണാകുളത്തു നിന്നുള്ള MP എല്ലാം നേതാവ് എഴിച്ചു. ഏതൊരു സിനിമയിൽ പഞ്ചവടി പാലത്തിൽ പഞ്ചായത്തിൻ്റെ കഥ പറയുന്ന പോലെ എല്ലാ പ്രസിഡന്റ് എഴിച്ചു, പാർട്ടി പ്രസിഡന്റ് എഴിച്ചു, ഉടനെ പാർലമെൻറ്റിൽ നിന്ന് എല്ലാവരും എഴിച്ചു പോയി. അത് പാടില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബില്ലുകൾ വരുമ്പോൾ ക്രിയാത്മകമായ ചർച്ച ചെയ്യണം. NDAയുടെ തിരുത്തൽ നയം വരണം. പ്രതിപക്ഷം ഓപ്പോസിറ്റ് ലീഡർ എന്നുള്ള നിലയിൽ ശക്തമായി പോരാടണമെന്ന് ഒറ്റ MP-മാർ പറയാറില്ല. ഇവിടുത്തെ MP-മാർ ഉണ്ടെന്ന് പറയുന്നു. ഏത് MP-മാരാണ് നല്ല ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്? നമ്മളെ ഇടുക്കിയിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തിട്ടുണ്ടോ? എറണാകുളത്ത് നിന്നുള്ള ഈഡൻ പങ്കെടുത്തിട്ടുണ്ടോ? ഇവിടുന്ന് ആകെ പങ്കെടുക്കുന്നത് ശശി തരൂർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ആകെ പങ്കെടുക്കുന്നത് NK പ്രേമചന്ദ്രനേ ഉള്ളൂ. പിന്നെ MK രാഘവൻ മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ കിടന്ന് വാലാന്ന് എന്ത് പറഞ്ഞാലും ഇറങ്ങി ഓടി ഗാന്ധി പ്രതിമയുടെ മുമ്പ് വന്ന് ഒരു പളക്കാരൻ പിടിച്ചുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ 20 രൂപയുടെ ഒരു ഡയറി എടുത്തിട്ട് പാർലമെൻറ്റിൽ ഇങ്ങനെ കാണിച്ചിരിക്കും. ഭരണഘടന എന്നാണ്. ഭരണഘടന അതല്ല. ഭരണഘടനയുടെ ചട്ടക്കൂട് നല്ല സ്തൂപം പെന്നിൻ്റെ ആകൃതിയിൽ വന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എഴുതി അതിൻ്റെ മുകളിൽ അശോക ചക്രം വെച്ച ആ വലിയ ആദരണീയ പുസ്തകമാണ്. എവിടുന്നോ ഒരു ചെറിയ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ഇങ്ങനെ കാണിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പുച്ഛിക്കുന്നു. ഇദ്ദേഹം ഏത് ലോകരാഷ്ട്രത്ത് പോയാലും പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ഭരണത്തിനെ എതിർത്തല്ലേ പ്രസംഗിക്കുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ ജർമ്മനിയിൽ പോയി. അവിടുത്തെ യുവാക്കളുമായിട്ട് സംബന്ധിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യക്കകത്ത് ജനാധിപത്യം ഇല്ല, യുവക്കൾക്ക് രക്ഷയില്ല. ആ വ്യക്തി പാർലമെൻറ്റിനകത്തോ പുറത്തോ നമ്മുടെ JNUവിലെ എല്ലാ ലൈറ്റുകളും അണച്ചിട്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടി കബർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കബറടക്കം ചെയ്യുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പം ഒറ്റ കോൺഗ്രസ് MP നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം BJP നേതാവ് ആണ്, പക്ഷേ ഭരിക്കുമ്പോൾ നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയാണ്. അതിനെതിരെ ഒരക്ഷരം ഇദ്ദേഹം രാഹുലോ അതുപോലെ ഈ പറയുന്ന KC വേണുഗോപാലോ ഡീൻ കുര്യാക്കോസോ നമ്മുടെ ഈഡനോ വളരെ ഉണ്ണിത്താനോ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഏക ലക്ഷ്യം അവർക്ക് മോഡിക്കെതിരെയാണ്.
ഇത് എത്രത്തോളം മോഡിക്കെതിരെ ഇവർ പോകുമോ കോൺഗ്രസിൻ്റെ പതനം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ ദൗത്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, താങ്കൾ പറഞ്ഞത് ശരിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൂടുന്നില്ല. കോൺഗ്രസ്സിന് കിട്ടുന്ന ബഹുഭൂരിപക്ഷം MLA-മാരെയും പിളർത്തി NDA ക്യാമ്പിൽ വന്ന് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കൂടുന്ന് ഇല്ല. ഇന്ത്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.